പീരിമേട് പരുന്തുംപാറയിൽ സർക്കാർ ഭൂമി കയ്യേറിയ സംഭവത്തിൽ എത്രയും പെട്ടെന്ന് കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ച് ഭൂമി സർക്കാരിലേക്ക് തിരിച്ചെടുക്കണമെന്ന് വെൽഫെയർ പാർട്ടി ഇടുക്കി ജില്ലാ ഭൂസമര സമിതി ആവശ്യപ്പെട്ടു. സമാന രീതിയിൽ മറ്റ് മേഖലകളിലും കയ്യേറ്റം ഉണ്ടോ എന്ന് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും നേതാക്കൾ പറഞ്ഞു. 4 ലക്ഷത്തോളം വരുന്ന ഭൂരഹിതർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വാടക വീടുകളിലും റോഡ് റെയിൽവേ പുറമ്പോക്കുകളുമായി താമസിക്കുമ്പോൾ ഇത്തരം കയ്യേറ്റ ഭൂമികൾ സർക്കാർ പിടിച്ചെടുത്ത് അർഹമായ ഭൂരഹിതർക്ക് വിതരണം ചെയ്യണം എന്നുള്ളതാണ് പാർട്ടി സർക്കാരിനോട് ആവശ്യപ്പെടുന്നതെന്നും അല്ലാത്തപക്ഷം വൻ പ്രക്ഷോഭങ്ങളുമായി പാർട്ടി മുന്നോട്ട് പോകുമെന്നും നേതാക്കൾ പറഞ്ഞു. രാഷ്ട്രീയ ഭരണകൂടങ്ങളുടെ വലിയ പിന്തുണയോടുകൂടിയാണ് ഈ കയ്യേറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കളക്ടർ അടക്കം സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ട് പോലും ഇവിടെ ഇപ്പോൾ ഒരു വലിയ റിസോർട്ടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഈ പ്രദേശത്ത് ദീർഘനാളുകളായി താമസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. 5 സെൻറ്റിലും 10 സെൻറ്റിലും ഒക്കെ താമസിക്കുന്ന ആളുകൾ, അവരുടെ തന്നെ നിലനിൽപ്പ് പോലും നഷ്ടമാകുന്നൊരു സ്വഭാവത്തിലാണ് വ്യാപകമായ രീതിയിൽ ഇവിടുത്തെ ടൂറിസം സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഭൂമാഫിയകൾ ഈ പ്രദേശത്തെ കൈയടക്കുന്നത്. വെൽഫെയർ പാർട്ടി ഇടുക്കി ജില്ലാ ഭൂസമര സമിതിയുടെ നേതൃത്വത്തിലാണ് പരുന്തുംപാറയിലെ കയ്യേറ്റ ഭൂമി സന്ദർശിച്ചത്. സർക്കാർ ഭൂമി കയ്യേറി ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഉദ്യോഗസ്ഥന്മാരുടെയും ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെയും ഒത്താശയുള്ളതായി നേതാക്കൾ പറഞ്ഞു. കയ്യേറ്റക്കാരൻ ഭരണകക്ഷിയുടെ നേതാവുമായി ബന്ധമുള്ള ആളാണ്. ഈ ഭൂമിയിൽ നിന്ന് എത്രയും വേഗം പെട്ടെന്ന് കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ച് സർക്കാർ കസ്റ്റഡിയിൽ ഭൂമി എടുക്കണമെന്നാണ് പാർട്ടി ആവശ്യപ്പെടുന്നത്. പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജ്യോതിസ് പറവൂർ, സമരസമിതി സംസ്ഥാന കോർഡിനേറ്റർ കെ ഷാജഹാൻ, പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി കെ അഷ്റഫ്, ജില്ലാ സെക്രട്ടറി NM അഷ്റഫ്, പീരിമേട് മണ്ഡലം പ്രസിഡന്റ് നസറുദ്ദീൻ ഏലപ്പാറ, മണ്ഡലം ജനറൽ സെക്രട്ടറി മൊയ്തീൻ പരിപ്പ്, കെ തങ്കച്ചൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പരുന്തുംപാറയിലെ കയ്യേറ്റ ഭൂമി സന്ദർശിച്ചത്. ന്യൂസ് ബ്യൂറോ, പീരിമേട്.